എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ട് രാത്രിയിൽ ഉമ്മമാരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉമ്മമാർക്കാണ് ഏറ്റവും വലിയ ബാധ്യത. ആ ഉമ്മമാര് മക്കളുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അയ്യുഅല്ലിമഹു ഇദാ കലാ, ബുദ്ധിയുള്ള പ്രായത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പൊ ആ കുട്ടിയെ വന്ന് ഉമ്മയെടുക്കും. അതല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾ എന്താ ഓർത്തിരിക്കായിരുന്നു? അപ്പൊ നിങ്ങൾ പ്രസംഗം ശ്രദ്ധിക്കുന്നില്ല, നിർത്താൻ സമയം എന്നാണ്, കൽബിലോട്ട് ഇറങ്ങുന്നില്ല. കാരണം ആ കുട്ടിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാപ്പോ? ഉമ്മയോടാണ്. ഉമ്മ തോളിലിട്ട് കയ്യിൽ തട്ടും. അപ്പോഴും കുട്ടി കരച്ചിൽ നിർത്തൂല. ഇനി കുട്ടി കരച്ചിൽ നിർത്തണമെങ്കിൽ ഉമ്മയേക്കാൾ ആ കുട്ടിയുടെ ഹൃദയത്തിൽ സ്നേഹവും അടുപ്പവും ആരോടാണോ അവർ വരണം, അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയണം. ഉമ്മയേക്കാൾ ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ ആരോട് അടുപ്പം കൂടുതൽ? നമ്മുടെ ഉമ്മമാര് വെറുതെ പഴയകാലത്ത് പാടിയതിലൂടെ പടമയെ തിരിച്ചറിയാത്ത കൂപമണ്ടുമങ്ങളെ ചിന്തിക്കീൻ. ഉമ്മയേക്കാൾ ഹൃദയത്തിൽ സ്നേഹം ആരോടാണ്? അള്ളാനോടാണ്. അതുകൊണ്ടാണ് ഉമ്മയുടെ തോളത്തിലിട്ട് താരാട്ട് പാടിയപ്പോ വിരൽ കൊണ്ടടിച്ചപ്പോൾ കരയറ്റിൽ നിർത്താത്ത കുട്ടി പിന്നെ മൂന്നാമത് ഉമ്മ ചെയ്യുന്ന ജോലി അള്ളാന്റെ പേര് കേട്ട് താരാട്ട് പാടുമ്പോ ആ കുഞ്ഞു പിന്നെ കരച്ചിലടക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥമേടെന്നറിയോ? വാപ്പയെക്കാളേറെ ഉമ്മയെക്കാളേറെ ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം നിറച്ചിട്ടാണ് ഈ മക്കളെ, പൊന്നുമക്കളെ അള്ളാഹു നമ്മുടെ കയ്യിലെത്തുന്നത്. ആ മക്കളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹനെ ഉറപ്പിക്കാൻ, അവന്റെ ജലാലിയത്തിന്റെ ജമാലിയത്തിന്റെ വാക്കുകൾ ഉറപ്പിച്ചു കൊടുക്കാൻ അതിന്റെ പ്രധാനപ്പെട്ട ബാധ്യത നമുക്കാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് മക്കളോട് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലിമു ഔലാദകും സലാസത ഖിസാൽ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ 3 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. എത്ര കാര്യങ്ങളാ? 3 കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് 3 എണ്ണം പറയുമ്പോൾ നമ്മുടെ വിഷയം അവസാനിപ്പിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഏതാഗ്രഹത്തോടെ ഈ സദഖ ചെയ്യുന്നുവോ നീ കബൂലാക്കണേ അല്ലാ. രോഗങ്ങളുള്ളവരാണെങ്കിൽ രോഗങ്ങൾ ശിഫയാക്കണേ തമ്പുരാനെ. കടബാധ്യതകളുള്ളവരാണെങ്കിൽ കടബാധ്യതകൾ മാറ്റി കൊടുക്കണേ അല്ലാ. ഞാൻ എന്റെ വിഷയത്തിന്റെ സമാപ്തിയോടെ കടക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏൽപ്പിച്ചൊരു ദൗത്യമാണ്. അല്ലിമു ഔലാദകും സലാസത ഖിസാൽ. നിർബന്ധമായി നിങ്ങളുടെ മക്കളെ നിങ്ങൾ 3 കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിക്കണം. ഞാൻ ഈ വിഷയം പറയാൻ തന്നെ കാരണം SSLC കഴിഞ്ഞു, സ്കൂളുകളൊക്കെ അടച്ചു, വെക്കേഷന്റെ സമയമാണ്. നമ്മുടെ കുട്ടികളെ വിനോദസഞ്ചാരത്തിൽ മാത്രമല്ല ഈ വെക്കേഷനുകളിൽ നിങ്ങൾ ഈ ചുമതല നിർവഹിക്കണേ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ 3 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഒന്നാമത്തേത് മഹബ്ബത്ത് നബിക്കും, നിങ്ങളുടെ നബിയോടുള്ള മഹബ്ബത്ത് പഠിപ്പിച്ചു കൊടുക്കണം. ആദ്യമായി നമ്മുടെ മക്കളോട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മഹബ്ബത്ത് നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബ് പഠിപ്പിച്ചു കൊടുക്കണം. മക്കളെ സുന്നികളാക്കി വളർത്തിക്കൊണ്ടുവരണം. കാരണം അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്ന സുന്നി സമൂഹമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ യഥാർത്ഥ സുന്നികളാക്കി വളർത്തിക്കൊണ്ടുവരണേ. മഹബ്ബത്ത് നബിയുക്കും, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് പഠിപ്പിക്കണേ. അല്ലാഹു നമ്മുടെ മക്കളുടെ മനസ്സിന്റെ ഉള്ളിൽ സ്വലാത്ത് ചൊല്ലിപ്പിച്ചു കൊടുക്കണം. സന്ധ്യാസമയത്ത് സ്വലാത്ത് ചൊല്ലിപ്പിച്ചു കൊടുക്കണം. ഇതൊന്നും നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവായി മാറരുത്. അല്ലാഹുവേ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. ബക്കറ്റ് വന്നോളൂ. ഇത് ഗൾഫിൽ നിന്ന് നെറ്റുകൾ ചെയ്യണമാതിരി കാര്യമൊക്കെ പറഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് സാധനം വരും. എത്ര നേരമായി ഞാൻ പറഞ്ഞിട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഐശ്വര്യം നൽകുമാറാകട്ടെ. ഏതാഗ്രഹത്തോടെ പറയുന്നുവോ അല്ലാഹുവേ നീ സദഖ ചെയ്യുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ചെറുപ്രായത്തിലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ കുട്ടികൾ സിനിമാ താരങ്ങളുടെ ഫോട്ടോ വെട്ടിയൊടിച്ചിട്ട് ചുവരിൽ ഒട്ടിക്കാൻ പോകുമ്പോ ആ സമയത്ത് മനസ്സിലാക്കണേ അവന്റെ ഹൃദയത്തിൽ മറ്റൊരാളുള്ള സ്നേഹം നിറയുകയോ. ആ സമയത്ത് പറയണം മക്കളെ, ഷാറൂഖ് ഖാനോ മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നും ഒരു അപകടത്തിന് നമ്മുടെ ചാരത്ത് വരില്ല. നാളെ ഒരു അപകടം വരുമ്പോ നമുക്ക് രക്ഷിക്കാനുള്ള ആളെയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്. നാളെ പരലോകത്ത് പരവശരായി നിൽക്കുമ്പോ അവിടെ ഒരേ ഒരു ശഫാഅത്താരാ ഫകുല്ലി ശഫീഅൻ യൗമ അലാദു ശഫാഅതി സിവാക ബിമുഇനിൻ അന സവാദ് ബിൻ ഖാരിബി. മഹാനായ സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നാളെ പരലോകത്ത് അങ്ങല്ലാതെ ഞങ്ങൾക്കൊരു ഷഫീഇല്ലല്ലോ നബിയേ. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു 12 വയസ്സ് പ്രായമാ. ലഹരി നമ്മുടെ മക്കളെ ടീനേജിൽ കീഴടക്കുമ്പോ ഒരു 12 വയസ്സുകാരന്റെ കഥ ഞാൻ പറഞ്ഞു തരട്ടെ. 12 വയസ്സ് പ്രായമുള്ള അനസ് റളിയല്ലാഹു തആല മദീനത്തുൻ നബവിയിൽ ഇരിക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഖുർആൻ പഠിപ്പിക്കുകയാ. ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഹബീബായ നബി തങ്ങൾ കയ്യൊന്ന് പൊക്കിയപ്പോ റസൂലുള്ളാഹിയുടെ കുപ്പായം വയറിന്റെ ഭാഗത്ത് നിന്ന് തെല്ലിമാറി വീണു. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ നോക്കിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ വയറ്റിലൊരു കല്ല് കെട്ടി വെച്ചിരിക്കുകയാ. ഖന്തക്കിൽ മാത്രമല്ല മുഅ്മിനേ, യുദ്ധത്തിൽ മാത്രമല്ല മുസ്ലിമേ, പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ പഠിപ്പിക്കുമ്പോഴും വയറ്റത്തൊരു ചെറിയ കല്ല് വെട്ടി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. 12 വയസ്സുള്ള ഞാൻ അടുത്തിരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ ചോദിച്ചു, മാമാ അവിടെ ഇരുന്ന് തൈരീം നടക്കുകയാണ്. ഞാൻ ചെവിയിൽ ചോദിച്ചു, മാമാ എന്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ വയറ്റിൽ കല്ല് കെട്ടി വെച്ചിരിക്കുന്നത്? എന്നോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ അൽജൂ, ഹബീബായ നബി തങ്ങൾക്ക് വിശപ്പ് കാരണത്താലാ, വിശപ്പ് വന്നിട്ട് കഴിക്കാനില്ലാതെ വയറ്റിൽ കല്ല് വെട്ടി വെച്ചതാണ് മോനെ. 12 വയസ്സുകാരനായ അനസ് റളിയല്ലാഹു അൻഹു ഇത് കേട്ട മാത്രയിൽ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മാ അല്ലാഹുവിന്റെ റസൂലിന്റെ വയറ്റിൽ വിശപ്പ് കാരണത്താല് കല്ല് കെട്ടി വെച്ചിരിക്കുകയാ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തതാ ഉമ്മ, ഞാൻ മുത്ത് റസൂലുള്ളാഹിക്ക് കൊടുക്കട്ടെ. അല്ലാഹു നമുക്ക് ഇതേപോലെ ചിന്തയുള്ള മക്കളെ തരട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബ്ബത്തുള്ള മക്കളെ തരട്ടെ. ഉമ്മ പറഞ്ഞു, മോനെ അനസ്, ഈ വീട്ടിൽ ഇനി നിനക്ക് കഴിക്കാനുള്ള കാരക്കയല്ലാതെ വേറൊന്നുമില്ല മുത്തേ എന്ന് മറുപടി പറഞ്ഞപ്പോ 12 വയസ്സുകാരൻ പറഞ്ഞു, ഉമ്മ എനിക്ക് കഴിക്കാൻ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കണം ഉമ്മ. തന്റെ അവിടെ തനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഭക്ഷണം കൈകൊണ്ടെടുത്ത് നേരെ ഹബീബായ നബി തങ്ങളുടെ മദീനത്തെ പള്ളിയിലെത്തി അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് ഈത്തപ്പഴം വെച്ചു കൊടുത്തു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷത്തോടെ പറഞ്ഞു, അനസേ അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ അനസേ. 12 വയസ്സുള്ള പൊന്നുമോനെ മുത്തു റസൂലുള്ള ചേർത്ത് പിടിച്ചു. ഫാത്തിമ ബീവിയെ ചേർത്ത് പിടിച്ചതുപോലെ, ഹസൻ ഹുസൈനെ ചേർത്ത് പിടിച്ചതുപോലെ മസ്ജിദ് നബവിയിൽ തന്റെ വയറിന്റെ പട്ടിണി കണ്ടിട്ട് സ്വന്തം ഭക്ഷണത്തിന് വേണ്ടി വെച്ചിരുന്ന കാരൊക്കെ എടുത്ത് കയ്യിൽ കൊണ്ടുവന്ന കുഞ്ഞുമോഹൻ അനസിനെ തന്റെ റിസാലത്തിന്റെ നെഞ്ചകത്തോട് ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ അനസേ. ചരിത്രത്തിൽ കാണാമ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തലമുറയിൽ മുഴുവനും ജനിച്ച മക്കൾ പിന്നെ ഹാഫിളീങ്ങളായി മാറി. മുത്തു മുസ്തഫാന്റെ ദുആ കിട്ടിയപ്പോ, ഹബീബായ നബി തങ്ങളുടെ പൊരുത്തം കിട്ടിയപ്പോ, അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കള് ചെറുപ്പത്തിലെ മക്കളുടെ ചുണ്ടിൽ പഠിപ്പിച്ചു കൊടുക്കണം അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ. മദീന എത്ര ചരിത്രമാണ് കണ്ടത്. ഉഖ്ബാ തെരി ഗലീമേ വഉഖറാ തെരി ഗലീമേ. ചരിത്രം അങ്ങയുടെ പട്ടണത്തിലാണ് നബിയേ, ലോകം അങ്ങയുടെ പട്ടണത്തിലേക്ക് ചുരുങ്ങുന്ന മുത്തേ മുസ്തഫ.
മുത്തേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ 13 വയസ്സുകാരനായ മുആദ് കടന്നു വരികയാണ്. ടീനേജ് എന്ന് നമ്മൾ പറയുന്ന കാലം 13, 14 തുടങ്ങുന്ന കാലം, കുഞ്ഞുങ്ങൾ വഴിതെറ്റുന്ന കാലം. മുആദ് തന്റെ നേരെ നടന്നു വന്നപ്പോ ലോകത്തിന്റെ പ്രകാശമേ ഹബീബായ നബി തങ്ങൾ ആ 13 വയസ്സുകാരന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, മോനെ മുആദ്, വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ മുആദ്. ഓ മുആദേ, എനിക്ക് നിന്നോട് പെരുത്തിട്ടമാണ് മുആദേ. ആരാ പറയുന്നത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹുവിന്റെ ഹബീബ് 13 വയസ്സുകാരന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ മുആദ്. ഓ മുആദ്, എന്റെ ഹൃദയത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ട്, എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാണ് മുആദേ. ഉടനെ 13 വയസ്സുകാരൻ മുആദ് ഓടി ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുആദേ, എന്നാൽ വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, എനിക്കും അങ്ങയോട് പെരുത്തു ഹബ്ബാണ് നബിയേ. 13 വയസ്സുകാരൻ, മക്കൾ ലഹരിക്കടിമയാകുന്ന കാലം. നബിയെ, എനിക്ക് അങ്ങയോടും പെരുത്ത് ഇഷ്ടമാണ്. അള്ളാഹു നമ്മുടെ മക്കളെ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ആക്കട്ടെ. ആമീൻ പറയുന്ന അള്ളാഹുവിനാക്കി തരട്ടെ. വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് അങ്ങയോടും പെരുത്തിട്ടമാണ് നബിയേ. എന്റെ ഹൃദയത്തിൽ അങ്ങാണ് തിരുദൂതരെ. കഹ്തേ ഹെ രഹ്തേ ഹെ മുസ്തഫ ആശിഖോം കി സീനോ മേ. ഹബീബായ നബി തങ്ങൾ വസിച്ചത് ആശിഖീങ്ങളുടെ ഹൃദയത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉടനെ 13 വയസ്സുകാരൻ ഒരു മറുചോദ്യം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അങ്ങയെയും ഇഷ്ടമാണ്, എന്നാൽ എനിക്ക് എന്റെ റബ്ബിനെന്നോട് ഇഷ്ടം തോന്നാ ഞാൻ എന്ത് ചെയ്യണം മുത്തേ? ഉടനെ ചോദ്യം, നബിയെ, നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഇട്ടാൻ. ഇനി എന്റെ മാലിക്കായ റബ്ബിന്, എന്റെ ഖാലിക്കായ റബ്ബിന് എന്നോട് ഇഷ്ടം തോന്നാ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് 13 വയസ്സുകാരന്. മദീന അത്ഭുതമാണ്, മദീന ഒരു ആയിഷാണ്. ഞാൻ മദീനയെ കുറിച്ച് പറയാൻ അർഹനല്ല, ഞാൻ അത്ര വലിയ പാണ്ഡിത്യമുള്ളവനുമല്ല. പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല, ത്യാഗം പറയാ ഞാനൊരു പരിത്യാഗിയല്ല, ലാളിത്യം പറയാ ഞാനൊരു സൂഫിയല്ല, വൈദഗ്ധ്യം പറയാ ഞാനൊരു വിദഗ്ധനല്ല, പ്രമേയം പറയാ ഞാനൊരു പ്രഭാഷകനല്ല. പിന്നെ ഞാൻ ആരാ? നിന്റെ ദീൻ പറയാൻ വന്നൊരു ഫക്കീറാണ് ഞാൻ. ആ പൊന്നുമോനെ പോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 13 വയസ്സുകാരന്റെ ചോദ്യം, അല്ലാഹ് ഇഷ്ടപ്പെടാൻ എന്താണ് വഴി? ഇങ്ങനെ സ്വയം ചിന്തിക്കുന്ന മക്കൾ ആ മദീനയിൽ ജനിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ. മലയാളത്തിന്റെ കവി വാഴ്ത്തപ്പെടട്ടെ, അദ്ദേഹത്തിന്റെ വരികൾ എത്രയോ മനോഹരമാണ്. 14 നൂറ്റാണ്ട് പിൻപന്തിനി പാപി ഞാൻ പാലിൽ പിറന്നു വീണു, മുത്ത് റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. എന്തിനാണ് ഞാൻ 14 നൂറ്റാണ്ട് മുമ്പ് മദീനയിൽ പിറക്കേണ്ടവനല്ല ഞാൻ. അന്ന് പിറക്കാറ് ഈ നശിക്കപ്പെട്ട ലോകത്ത് എന്തിനാണ് ഞാൻ ഇങ്ങനെ പിറന്നു വീണത്? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദപതനം കൊണ്ട് അനുഗ്രഹീതമായ മദീന എനിക്ക് ജനിക്കാൻ കഴിഞ്ഞില്ലല്ലോ. കാരണം മദീന അത്ഭുതമാണ്. അല്ലാഹു സ്നേഹിക്കാനുള്ള വഴി തിരക്കിയ മുആദിനെ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നുമോനെ മുആദേ, നിനക്ക് ഞാനൊരു ദുആ പഠിപ്പിച്ചു തരാം. ആ ദുആ 5 വഖത്ത് നിസ്കരിച്ചിട്ട് നീ ചൊയ്യണേ മുആദേ. എന്നാൽ റബ്ബിന് നിന്നോട് ഇഷ്ടം തോന്നും പൊന്നുമോനെ. എന്നാ പഠിപ്പിച്ചതാ നബിയെ. മുആദേ, പഠിച്ചുകൊള്ളുക. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ തൗഫീഖ തഅതിക വ ഈമാനിക യാ അല്ലാഹ്.
13 വയസ്സുള്ള മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പടച്ചവനെ, നിനക്ക് ദിക്ർ പറയാനും നിനക്ക് ശുക്ർ ചൊല്ലാനും എന്നെ നീ സഹായിക്കണേ അല്ലാ. 13 വയസ്സുള്ള മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കൊടുക്കൂ ഇൻഷാ അല്ലാഹ്, പറ കൊടുക്കൂ. വാപ്പാക്ക് പറയാറിഞ്ഞിട്ട് വേണേ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. വാപ്പാക്ക് പറയാറിയില്ല എന്നാ മക്കൾ വഴി തെറ്റൂല, ലഹരി അവരെ പിടിക്കൂല. ഇതൊരു വലിയ വിഷയമാണ്. 8 വയസ്സുള്ളപ്പോ 6 വയസ്സുള്ളപ്പോ എന്റെ വാപ്പ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തന്നു. ആര് പഠിപ്പിച്ചു തന്നു? ആര് പഠിപ്പിച്ചു തന്നു? മുക്രീം വലിയാരുമല്ല, വാപ്പയാണ് ആൺമക്കളുടെ റോൾ മോഡൽ. എന്റെ വാപ്പ എനിക്ക് 6 വയസ്സുള്ളപ്പോ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തന്നു. 2 വർഷം മുടങ്ങാതെ ചൊല്ലി. 8ാമത്തെ വയസ്സായപ്പോ എന്റെ ഹൃദയം റബ്ബ് പ്രകാശിപ്പിച്ചു തന്നു. പിന്നെ 10 വയസ്സ് വരെ ആ ദിക്ർ ചൊല്ലി. എന്റെ ആത്മാവിൽ പ്രകാശം നിറഞ്ഞു. എന്റെ വാപ്പ പഠിപ്പിച്ചു തന്നതാണ്. ആരാണ് പറയുന്നത്? അബ്ദുല്ലാഹ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു. വാപ്പ എനിക്ക് ദിക്ർ പഠിപ്പിച്ചു. 6ാമത്തെ വയസ്സിൽ വാപ്പ പഠിപ്പിച്ചു കൊടുക്കേണ്ട ദിക്റാണ്. പറയും, നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. നമുക്കതൊക്കെ പഴഞ്ചനായി, നമ്മളതൊക്കെ പടിയടച്ച് പിണ്ടം വെച്ചിട്ട് നമ്മൾ ഹൗദിൽ തല മുക്കിയിട്ട് ഒതുവെടുത്താലും കുഴപ്പമില്ല. ലാബിഹി. നമ്മൾ ഇസ്ലാമിനെ അങ്ങനെ പോളിഷ് ചെയ്ത് പരിഷ്കരിച്ച് നമ്മുടെ കഷത്തി വെച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. പഴയതൊക്കെ നമുക്ക് പഴഞ്ചനായി. 6ാമത്തെ വയസ്സിൽ എന്റെ വാപ്പ പഠിപ്പിച്ചു. 2 വർഷം ചൊല്ലി. എന്റെ ഹൃദയത്തിന് പ്രകാശമായി. ഹൃദയത്തിൽ അള്ളാഹുടെ നൂറ് കയറിയ പിന്നെ മക്കൾ വഴിതെറ്റു. 8ാമത്തെ വയസ്സില് ഏതാണ് വാപ്പ 2 വർഷം വീണ്ടും ചൊല്ലി. അപ്പൊ റൂഹിന് പ്രകാശമായി. ഏതാ ദിക്ർ? ആ ദിക്ർ മറ്റൊന്നുമല്ല, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മടി. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊരു മാസത്തിലൊരു മുഹീദ്ദീൻ റാത്തീബ് നടക്കും. ഇതൊന്നും പള്ളിക്കല മുസ്ലിയാർക്ക് കൈമടക്കിട്ട ഞാൻ പറഞ്ഞ വാദല്ല. പടച്ചോനിന് ഖത്തീബ് മുക്രിയും കൂടെ മുഹീദ്ദീൻ റാത്തീബ് ഉണ്ടാക്കാൻ വേണ്ടി പറയണാണോ? മുസ്ലിയാക്കന്മാർക്ക് കൈമുടക്കുണ്ടാക്കി കൊടുക്കരുത്, എന്റെ ജോലിയല്ല. അത് കിട്ടാത്തോർത്തിട്ട് നിങ്ങൾ വിഷമിക്കുകയും വേണ്ട. ലോകത്തിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളാണ് പള്ളിയിലെ മുഅദ്ദിൻ. ആണല്ലോ, സെക്രട്ടറി സമ്മതിച്ചു. ഏറ്റവും ചെറിയ ശമ്പളമാണ് പള്ളിയിലെ മുഅദ്ദിൻ. ഏറ്റവും കുറഞ്ഞ ശമ്പളം. ആ മുഅദ്ദിനെ എല്ലായിടത്തും കുറവേ ഉള്ളൂ. ഇനി റാത്തീബിന് പോയാൽ തന്നെ ഖത്തീബിന് 500, പിന്നെ മുക്രിക്ക് 200. അവിടെ ആ സാധുവിന് കുറവാ. എന്നാൽ ഇന്നേ വരെ ലോകത്തൊരു പള്ളിയിലെ മുക്രി കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്ത ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്? ഇല്ല. പക്ഷേ കേരളത്തിലെ കോടീശ്വരന്മാര് കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതോർത്തിട്ട് നിങ്ങൾ ബേജാറാവണ്ട. അത് റബ്ബിന്റെ വഴിയാണ്. അതിലെ ബറക്കത്തിന്റെ വഴി അള്ളാഹു തുറന്നു കൊടുക്കും. പള്ളിയിലെ മുഅദ്ദിൻമാർ ആത്മഹത്യ ചെയ്തിട്ടില്ല, പക്ഷെ കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുറെ പണം കിട്ടലല്ല ജീവിതത്തിന്റെ സമാധാനം. ഏറ്റവും നല്ല സമാധാനം കൽബിന്റെ സമാധാനമാണ്. അതുകൊണ്ട് ഞാനിത് പറയുന്നത്, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പടിയടച്ചിട്ട് പിണ്ടം വെച്ചപ്പോ നമ്മുടെ മക്കൾ 8ാമത്തെ വയസ്സിൽ കഞ്ചാവ് വലിക്കാൻ തുടങ്ങി. പണ്ട് കാലത്തുണ്ടോ? പണ്ട് കാലത്തില്ല. എന്തുകൊണ്ട്? മാസാമാസം നമ്മുടെ വീട്ടില് മക്കൾ കേട്ട് പഠിച്ചതേരാ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മടി, യാ അഹദു യാ ബസമദു യാ വിത്റു യാ മൗലാ യാ റബ്ബു യാ നൂറു യാ ഹഖു യാ മുബീൻ. ഈ അസ്മാഉൽ ഹുസ്ന കേട്ടിട്ട് നമ്മുടെ മക്കളുടെ കൽബ് പ്രകാശിപ്പിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ബുദ്ധിയെത്തിയാൽ ഏത് സമയത്തും നമ്മുടെ മക്കളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമ്മമാരാ ജോലി ഏറ്റെടുക്കണം. വാപ്പയ്ക്ക് ചിലപ്പോ സമയം കിട്ടിയെന്നിരിക്കില്ല. ബഹുമാനനായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകനാണ്. ആ മകന് സത്യധാരയിൽ തന്റെ പിതന്ന മാതാവിനെ കുറിച്ച് അനുസ്മരിക്കുന്ന ഒരു ഭാഗമുണ്ട്. കേരളത്തിന്റെ ക്ഷുഭിത യൗവനത്തിനെ മുഴുവനും കൊടപ്പനക്കൽ ദർബാറിന്റെ മുറ്റത്തെ ഈത്തപ്പനോരയുടെ തന്മയത്വത്തിലേക്ക് കെട്ടിച്ചേർത്തിട്ട്
കൊടപ്പനക്കൽ തറവാടിന്റെ കസേരയുടെ ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ അവരെ പരാതിയും ആവലാതിയും പറഞ്ഞ് പാതിരാത്രി മുഴുവനും ഉപ്പയിരിക്കുമ്പോ ഞങ്ങളുടെ ഉപ്പയെ ഞങ്ങൾക്ക് കിട്ടാറില്ല. എന്നാലും മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ സൂറത്തുൽ വാഖിയ ഓതാതെ യാസീൻ ഓതാതെ ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് രാത്രിയിലെ ഭക്ഷണം തരുമായിരുന്നില്ല. അങ്ങനെ ഉമ്മ വളർത്തിയത് കൊണ്ടാണ് ആ മക്കൾ അങ്ങനെ വളർന്നു വന്നത്. പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ് എഴുതുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ മക്കളെ രണ്ടാമത് പഠിപ്പിക്കേണ്ടത് സയ്യിദന്മാരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം, സാദാത്തുകളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. അഹ്ലു ബൈത്തിന്റെ പരമ്പര മദീനയുടെ മണം മലയാള മണ്ണിലേക്ക് കൊണ്ടുവന്ന സയ്യിദന്മാർ അവരാരുമായി കൊള്ളട്ടെ, അവരേത് വിഭാഗമായി കൊള്ളട്ടെ, അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബാംഗങ്ങളാണ്. തങ്ങന്മാരെ അവമതിക്കരുത്, സയ്യിദന്മാരെ അവമതിക്കരുത്. സയ്യിദന്മാരെ മഹബ്ബത്താഹി വൈദി, സയ്യിദ് കുടുംബത്തെ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. 3 വഖിറാഅത്തുൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. 3 കാര്യം മക്കളെ പഠിപ്പിക്കണം. 1 മഹബ്ബത്ത് നബിയിക്കും വ മഹബ്ബത്ത് അഹ്ലി ബൈതി വ ഖിറാഅത്തുൽ ഖുർആൻ. മക്കളെ എന്ത് പഠിപ്പിക്കണം? ഖുർആൻ പഠിപ്പിക്കണം, ഹദീസ് പഠിപ്പിക്കണം, തഫ്സീർ പഠിപ്പിക്കണം. എന്റെ മുമ്പിൽ കുറെ തലപ്പാവ് കെട്ടിയ മുത്തഅല്ലിമീങ്ങളുണ്ടല്ലോ. ആ മുത്തഅല്ലിങ്ങളുടെ വാപ്പക്കും ഉമ്മക്കും ഇവരെ എൻട്രൻസ് വിടാൻ അറിയാത്തത് കൊണ്ടല്ല, ഇവരെ എഞ്ചിനീയറിംഗിന് പഠിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. എന്റെ പൊന്നുകുട്ടികൾ ഈ സമയത്ത് തലപ്പാവും കെട്ടി തൊപ്പിയും വെച്ച് പള്ളി ദറസിൽ വെച്ച് ഖുർആൻ പഠിക്കുമ്പോ ഹദീസ് പഠിക്കുമ്പോ നാളെ എന്നെ മരിച്ചിട്ട് പള്ളിയുടെ അകത്ത് കിടത്തുമ്പോ എന്റെ ഉമ്മയാണിത്, എന്റെ ഉപ്പയാണിത് എന്ന് പറഞ്ഞിട്ട് എന്റെ പൊന്നുകുട്ടി മയ്യത്ത് നിസ്കരിച്ചിട്ട് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന ആഗ്രഹത്തിനാണ് ഇവരെ മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ വിട്ടത്. വേണ്ട മുഅ്മിനേ, നാളെ മയ്യത്ത് കെട്ടില് കൊണ്ടുപോയി പള്ളിമുറ്റത്ത് ഇറക്കി വെക്കുമ്പോ ഇതെന്റെ ഉപ്പയാണ്, ഇതെന്റെ ഉമ്മയാണ്, അല്ലാഹു മഗ്ഫിർ ലഹു വർഹമുഹു, ഈ കിടക്കുന്ന ഉപ്പ എന്നെ കട്ടപ്പെട്ടു വളർത്തിയതാണ്, ഈ കിടക്കുന്നത് എന്റെ ഉമ്മയാണ്, എന്നെ താരാട്ട് വാട്ടി വളർത്തിയ ഉമ്മ. ഡൊണാൾഡ് ട്രംപിന്റെ 7 സ്റ്റാർ ഹോട്ടലിന്റെ പട്ടുമത്തയിലെ കിടക്കുന്നതിനേക്കാൾ വലിയ സുഖത്തോടെ നമ്മൾ ഉറങ്ങിയത് എവിടെയാ? ചെറുപ്പകാലത്ത് മുലപ്പാലിന് വേണ്ടി പൊട്ടിക്കരഞ്ഞിട്ട് ആ മുലപ്പാല് ഉമ്മാന്റെ കുജകുംഭങ്ങളിൽ നിന്ന് കുടിച്ചു നിറച്ചിട്ട് അവസാനം ഉമ്മാടെ മാറിടത്തിലേക്ക് കവിള് ചേർത്ത് കിടന്നപ്പോ കിട്ടിയ ഒരു ചെറുചൂടിന്റെ സുഖം പിന്നെ ജീവിതത്തിലൊരു മെത്തയിലും കിട്ടിയിട്ടില്ല. അവരെത്ര രാത്രി നിനക്കുറക്കമൊഴിഞ്ഞതാ, അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ. ഇതെന്റെ ഉമ്മയുടെ മാറിടത്തിൽ ചാരിക്കടന്നതിനേക്കാൾ വലിയ സുഖം എവിടെയാ കിട്ടിയത്? ലോകത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ സംഗീതമേതെന്നറിയോ? പൊട്ടിക്കരയുമ്പോ തോളിലേക്ക് വാരിയെടുത്തിട്ട് വിരലുകൾ കൊണ്ട് പുറത്തു മെല്ലെ മെല്ലെ മാന്ത്രിക വീണ പോലെ തട്ടിത്തലോടി എന്റെ ഉമ്മ പാടിത്തന്ന താരാട്ട് പാട്ടിനേക്കാൾ സുന്ദരമായൊരു പാട്ട് ഞാൻ ഇതേവരെ കേട്ടിട്ടില്ല. ഞാൻ ലോകത്ത് കഴിച്ച ഏറ്റവും രുചികരമായ ഭക്ഷണമേറെന്നറിയോ? എന്റെ ഉമ്മ എനിക്ക് ചൊരിഞ്ഞു തന്ന മുലപ്പാലിനേക്കാൾ സ്വാദിഷ്ടമായൊരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. എത്ര വലിയ എഞ്ചിനീയറിനെയും ഞാൻ കണ്ടത് എന്റെ ഉമ്മയിലാണ്. ചെറുപ്പത്തിൽ കളിപ്പാട്ടം താഴെ വീണ് പൊട്ടിച്ചു തരുമ്പോ ഓടി വന്ന് നിമിഷത്തിന്റെ ഉള്ളിൽ എന്റെ കളിപ്പാട്ടം നേരെയാക്കി കയ്യിൽ തന്ന എന്റെ ഉമ്മയേക്കാൾ വലിയൊരു എഞ്ചിനീയറിനെ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓടി നടന്നു പോകുമ്പോ കാലില് കല്ല് തട്ടിയിട്ട് കമിഴ്ന്ന് വീടുമ്പോ മുട്ടുപോയി കാലില് തട്ടിയിട്ട് ചോര വരവ് വാരിയെടുത്തു കൊണ്ടുപോയി അയൽവക്കത്ത് നിന്ന് പച്ചില പറിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് കയ്യിൽ വെച്ച് നന്നായി പിഴിഞ്ഞ് എന്റെ മുട്ടിൽ വെച്ച് കെട്ടിത്തന്ന ഉമ്മയേക്കാൾ വലിയൊരു ഡോക്ടറെ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉപ്പ ഒരു കോടതിയാണ്. കുരുത്തക്കേട് കാണിക്കുമ്പം വലത്തെ കയ്യിൽ പിടിച്ചിട്ട് ഇടത്തെ കയ്യിൽ ഉപ്പാന്റെ ചൂരലെന്റെ മാംസം നോക്കിയിട്ട് കൊതിക്കുമ്പോ ഒന്ന് രക്ഷപ്പെടാൻ, ഉപ്പാന്റെ ചൂരലിൽ നിന്ന് രക്ഷപ്പെടാൻ അടുക്കളയിലേക്ക് നോക്കിയിട്ട് ഉമ്മാന്നൊന്ന് നീട്ടി വിളിക്കുമ്പോ അടുക്കളയിൽ നിന്ന് ഓടി വന്നെന്റെ
എന്റെ ഉപ്പയോട് തർക്കിച്ച് അവസാനം ഉപ്പാടെ കോടതിയിൽ നിന്ന് ഉപ്പാന്റെ കയ്യിൽ നിന്ന് എന്നെ മോദിപ്പിച്ചു കൊണ്ടുപോകുന്നു. എന്റെ ഉമ്മയേക്കാൾ വലിയൊരു വക്കീലിനെ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ ഉമ്മാന്റെ മയ്യത്ത് വീടിന്റെ പള്ളിയുടെ മുമ്പിൽ നിൽക്കുമ്പോ ഇതെന്റെ ഡോക്ടറാണ്, ഇതെന്റെ എഞ്ചിനീയറാണ്, ഇതെന്റെ ഏറ്റവും വലിയ സ്വത്താണ്, ഞാൻ ഏറ്റവും കൂടുതൽ സുഖിപ്പിച്ച എന്റെ ഉമ്മയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലഹാ വർഹംഹാ വഅഫിഹാ വഅഫു അൻഹാ എന്ന് കൽബ് പൊട്ടിയിട്ട് നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ഒരു മോൻ വേണ്ടേ? അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ അവര് മുഅല്ലിമീങ്ങളാക്കിയത്. അതുകൊണ്ട്